സോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്കങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ അറിയത്തില്ല, ബട്ട് ഐ തോട്ട് ദിസ് ഇസ് സ്പെഷ്യൽ. സോ ഞങ്ങൾക്ക് വെഡ്ഡിങ് കഴിഞ്ഞിട്ടുള്ള ഒഫീഷ്യലി ആദ്യത്തെ ഓണമാണ്. അപ്പോൾ വി തോട്ട് വിൽ മേക്ക് ഇറ്റ് ബിറ്റ് സ്പെഷ്യൽ. താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന് അണ്ടർ വരുന്ന കൊയിലോ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. സോ മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻ്റാണ് ബേസിക്കലി. അവിടെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഓണം. സോ ദി ആംബിയൻസ്, അവരുടെ ഒരു വെൽക്കമിങ്ങും ഹോസ്പിറ്റാലിറ്റിയും എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. സോ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് നമ്മൾ സദ്യ കഴിക്കാൻ പോയി. ഞങ്ങൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ മെനു ഒക്കെ നോക്കി കുറച്ച് എക്സ്ട്രാ ഐറ്റംസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ മെനു ഒക്കെ തന്നുകൊണ്ട് ഞങ്ങൾ അതൊക്കെ നോക്കിയിരുന്നു. ഒരു ഇൻറ്റീരിയറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ പഴയ പപ്പറ്റൊക്കെ ആ ഒരു വോളിലുണ്ടായിരുന്നു, വോളിൽ. ആൻഡ് പിന്നെ നമുക്ക് സ്റ്റാർട്ടേഴ്സ് വന്നു. സ്റ്റാർട്ടേഴ്സായിട്ട് ബേസിക്കലി നമുക്ക് സദ്യയിൽ വയ്ക്കുന്ന നമ്മുടെ സദ്യയിലെ സ്റ്റാർട്ടേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് കൊണ്ടുവന്നിരുന്നത്. ചമ്മന്തിയും ചട്നിയും പിന്നെ എന്താ ചിപ്സും ശർക്കര വരട്ടിയും പപ്പടവും ഇഞ്ചിപ്പുളിയും പിന്നെ മുളകും പിന്നെ നമ്മുടെ ഗാർലിക്കൊക്കെ ഒരു പ്രത്യേക ഒരു മാറിനേഷനിൽ ഓരോ പ്രത്യേക അവരുടെ ഒരു സോസൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് കൊണ്ടു തന്ന് പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞു, സ്പൈസസ് അത് കഴിക്കാറില്ലെങ്കിൽ നമ്മൾ ചില്ലി കഴിക്കേണ്ട, ഗാർലിക്ക് സ്റ്റാർട്ട് ചെയ്തോളാം. സോ റിസ്ക് എടുത്തില്ല. ഫസ്റ്റ് നമ്മൾ ഗാർലിക്കിന് സ്റ്റാർട്ട് ചെയ്തു. ഗാർലിക്കും പപ്പടവും കൂടെ കഴിച്ചു. ഇറ്റ് വാസ് ഗുഡ്. ലൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു നാടൻ ഒരു ടേസ്റ്റും ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മുളക് ട്രൈ ചെയ്തു. കൊണ്ടുവന്നതല്ലേ, ട്രൈ ചെയ്യണമല്ലോ. സോ മുളക് ട്രൈ ചെയ്തു. പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വാസ് സ്പൈസി. ആൻഡ് ആ സ്പൈസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വി ഓർഡർഡ് എ ഡ്രിങ്ക്. ദാറ്റ് വാസ് റിയലി നൈസ്. ഒരു മാംഗോ ഡ്രിങ്ക് ആയിരുന്നു. പിന്നെ നമ്മൾ ഇഞ്ചിപ്പുളി എടുത്തു. ഇഞ്ചിപ്പുളി പപ്പടവും കൂടെയാണ് അതിൻ്റെ കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇഞ്ചിപ്പുളി പപ്പടത്തിൻ്റെ മുകളിലെടുത്ത് വെച്ച് അതങ്ങനെയാണ് കഴിച്ചത്. ഓവറോൾ ഫുഡ് പ്രസൻറ്റേഷൻ നല്ല അടിപൊളിയായിരുന്നു. നല്ല ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ഒരു രീതിയിലൊക്കെയാണ് മിക്ക ഫുഡും വന്നത്. ഭയങ്കര മനസ്സെന്ന് പറഞ്ഞ് കണ്ണെന്ന് പറഞ്ഞ് കഴിച്ചൊരു ഫുഡാകുന്നതെല്ലാം. ഈവൻ ടേസ്റ്റ് വൈസ് ആയാലും വെരി നൈസ്. ഇഞ്ചിപ്പുളി പപ്പടം. കൊയിലോൺ ബേസിക്കലി ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് വിച്ച് റെപ്രസെൻറ്റ്സ് ടേസ്റ്റ് ഓഫ് കേരള. സോ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്ലേറ്റിൽ ആദ്യം വെച്ചിരിക്കുന്നത് നമ്മുടെ കടച്ചക്ക കൊണ്ടുള്ള റൈറ്റായിരുന്നു. പിന്നെ കപ്പ, കടലക്കറി ആൻഡ് നമ്മുടെ പരിപ്പ് വട. ആൻഡ് വി ഓർഡർഡ് സം ചിക്കൻ ബിക്കോസ് എൻ്റെ ഹസ്ബൻഡിന് നോൺ വെജ് ഇല്ലാണ്ട് പറ്റത്തില്ല. സോ ഞങ്ങൾ സദ്യയിൽ വരെ മീൻ കറി വെച്ചിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. സോ ഇതായിരുന്നു ഞങ്ങൾ പിന്നീട് ഓർഡർ ചെയ്തതല്ല, ലൈക്ക് ചിക്കൻ ആൻഡ് പ്രോൺസ് വി ഓർഡർ എക്സ്ട്രാ. ബാക്കിയെല്ലാം ഇറ്റ് കെയിം വിത്ത് ആ സദ്യ എന്ന് പറയുന്ന ഒരു മൊത്തം പരിപാടിയിലുണ്ടായിരുന്നതാണ്. വി എൻജോയ് ദി ഫുഡ്. ആൻഡ് കൊയിലോണിനെ പറ്റി പറയുകയാണെങ്കിൽ കൊയിലോൺ 1999 സ്റ്റാർട്ട് ചെയ്ത ഒരു റെസ്റ്റോറൻ്റാണ് ഇൻ ലണ്ടൻ. ആൻഡ് ദേ ഗോട്ട് their Michelin star rating in 2008. ആൻഡ് അപ്പോൾ തൊട്ട് അവർക്ക് ഈ റെക്കഗ്നേഷൻ ഉണ്ട്. ഓക്കെ, ലെറ്റ് മീ ടെൽ അബൌട്ട് ദി സദ്യ. സോ സദ്യ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സദ്യ ഇങ്ങനെയായിരുന്നില്ല, ടു ബി ഹോണസ്റ്റ്. ബട്ട് ലൈക്ക് വന്ന രീതി, ബിക്കോസ് അവർ കൊണ്ടുവന്നതെല്ലാം ഓരോന്നായിട്ടായിരുന്നു. നമുക്ക് രസം കൊണ്ടുവന്ന വൈൻ ഗ്ലാസ്സിലായിരുന്നു ലൈക്ക്. ആൻഡ് ഓരോ കറികളായിട്ട് കൊണ്ടുവന്നു. നമുക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ പൊറോട്ട എന്തിനാണെന്ന് ശരിക്കും മനസ്സിലായില്ലായിരുന്നു. വി ഹാഡ് പൊറോട്ട വിത്ത് ഇറ്റ്. മേ ബി ചില കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് അങ്ങനെ കഴിക്കുന്നവരുണ്ടോ എന്ന് അറിയത്തില്ല. ബട്ട് എൻജോയ്. അപ്പം ഞങ്ങൾ പ്ലേറ്റിലുള്ള ഫുഡ് വിട്ട് കൈ കൊണ്ട് കഴിച്ചില്ലെങ്കിൽ നമുക്ക് തൃപ്തി വരത്തില്ലല്ലോ. സോ വി ഹാഡ് ലൈക്ക് ദാറ്റ്. എനിക്ക് തോന്നുന്നു അവരുണ്ടാകുമ്പോൾ ഞങ്ങൾ മാത്രമാണ് കൈ കൊണ്ട് കഴിച്ചത്. സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ദെൻ നമുക്ക് സ്വീറ്റ് സെക്ഷനാകും ഡെസേർട്ട്. അപ്പം ഞങ്ങൾക്ക് പായസം കൊണ്ടുവന്നു, അടപ്രഥമൻ ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, പഴംപൊരി ഉണ്ടായിരുന്നു. പഴംപൊരിയുടെ മുകളിലെല്ലാം ഒരു ലൈറ്റ് ഒരു ഡ്രസ്സിങ് ഉണ്ടായിരുന്നു, സ്വീറ്റ് ഡ്രസ്സിങ് ഉണ്ട്. ഇറ്റ് വാസ് റിയലി നൈസ്. എൻജോയ് ദി ഫുഡ് ആൻഡ് ആംബിയൻസ്.
ആൻഡ് പറയാണ്ടിരിക്കാൻ വയ്യില്ല, ഹോസ്പിറ്റാലിറ്റി വാസ് ടു ഗുഡ്. വി എൻജോയ്ഡ് എ ലോട്ട്. സോ ഹാപ്പി ഓണം എല്ലാവർക്കും. താങ്ക് യു. ബൈ.